ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ കിച്ചണിൽ കയറി പ്രിയങ്കയ്ക്ക് വേണ്ടി രാധിക പാചകം ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ മൊബൈലിൽ പകർത്തി വെച്ചിരിക്കുകയായിരുന്നു വരുൺ. ഈ കാര്യം ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി രാധികയെ വരുൺ കാണിച്ചു. അത് കാണുമ്പോൾ തന്നെ രാധിക ആകെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ പറയുന്നത് അനുസരിക്കണമെന്ന് വരുൺ. കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എന്ന് രാധിക പറയുന്നു. സത്യത്തിൽ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്, പക്ഷേ അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. പകരം താൻ ഒരു തീരുമാനം എടുത്താൽ മതി, തുടർന്ന് താൻ കണിമംഗലത്ത് നിന്നാൽ മതി. അത് പറ്റില്ല എന്ന് രാധിക പറയുമ്പോൾ നിന്നേ പറ്റൂ എന്ന് വരുൺ. അപ്പോൾ എനിക്ക് വീട്ടിൽ പോണ്ടേ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, അപ്പോൾ പിന്നെ പോകുമ്പോൾ അനിയത്തിയും കൂടി കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. ഈ വീഡിയോ ഞാൻ വീട്ടിലുള്ളവരെ കാണിച്ചാൽ വിശ്വാസവഞ്ചന കാണിച്ചാണ് ആ മത്സരത്തിൽ ജയിച്ചത് എന്ന് എല്ലാവരും പറയും. അടിച്ചു പുറത്താക്കുകയും ചെയ്യും പ്രിയങ്ക എല്ലാവരും. എനിക്ക് അത് വലിയ കാര്യമൊന്നുമല്ല, കാരണം പ്രിയങ്ക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട്. ഇനി തൻ്റെ തീരുമാനം പറ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ട്? താൻ കണിമംഗലത്തുണ്ടാകണം. അത് സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ കണിമംഗലത്തുള്ള എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. അറിയാലോ ഏടത്തിയുടെയും ചെറിയമ്മയുടെയും കയ്യിൽ ഇത് കിട്ടിയാലുള്ള അവസ്ഥ. വേണ്ട, അങ്ങനെ ചെയ്യണ്ട, ഞാൻ കണിമംഗലത്ത് നിന്നോളാം, പക്ഷേ കുറച്ച് ദിവസം കൂടി എന്നൊക്കെ രാധിക. അങ്ങനെ വഴിക്ക് വാ, എൻ്റെ രാധിക വാക്ക് പാലിക്കും എന്നറിയാവുന്നത് കൊണ്ട് ഈ വീഡിയോ പുറത്ത് പോകില്ല. വണ്ടിയിലോട്ട് കയറിക്കോ, തിരിച്ചു പോകണ്ടേ എന്ന് വരുൺ. രണ്ടുപേരും വണ്ടിയിലേക്ക് കയറി. വണ്ടിയിൽ കയറിയിട്ടും എന്നാലും എന്നൊക്കെ രാധിക പറയുമ്പോൾ ഒരു എന്നാലും ഇല്ല, ചില തിരിച്ചടികൾ നല്ലതാണ് എന്ന് വരുൺ. ശേഷം കാണിക്കുന്നത് ലൊക്കേഷനിലാണ്. ഇപ്പോൾ രാധിക അഭിനയം തുടർന്നു. ഒരമ്മയും മകളുമായിട്ടുള്ള അഭിനയമാണത്. ഇത് ശ്യാമയും അമൃതയും കാണുന്നുണ്ടായിരുന്നു. ശ്യാമ പാടിയ ആ ഒരു പാട്ട് രാധിക പാടി അഭിനയിക്കുന്നുണ്ട്. വരുണും കാണുന്നുണ്ട്. എല്ലാവരും രാധികയെ അഭിനന്ദിക്കുകയാണ്. കൂടെ വരുണും രാധിക അഭിനയിക്കുന്നത് വളരെ ഇഷ്ടമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എടുത്തേ, ഈ പാട്ട് പാടുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീല് അത് മുഴുവനും അവൾ എനിക്ക് തിരിച്ചു തന്നു എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു, രാധിക അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത്രയ്ക്ക് നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു സിനിമ കൊണ്ട് അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ശേഷം കൽപ്പനയും ഉർവശിയും കാണിക്കുന്നുണ്ട്. സമ്മാനത്തിൽ വിജയിക്കാത്തതിൽ വളരെ ദുഃഖിതയാണ് കൽപ്പന. ഉർവശിയാണെങ്കിൽ കൽപ്പനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രശ്നം മാലയല്ല, മാനക്കേടാണ്. അവളെ പോലെ ഒരുത്തിയുടെ മുന്നിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണോ എന്നൊക്കെ കൽപ്പന പറയുന്നു. ആ സമയത്ത് പ്രിയങ്ക അവിടേക്ക് വരുന്നുണ്ട്. എടുത്ത് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പ്രിയങ്ക. നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് കൽപ്പനയും. നമ്മൾ തമ്മിൽ എല്ലാവരും കൂടി മത്സരം നടത്തി. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. ഞാൻ ജയിച്ചു, നീ തോറ്റു എന്നൊക്കെ പറയാ, ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നെ പ്രിയങ്ക പറയുന്നു. നീ വലിയ പുണ്യാളത്തിയൊന്നും ചെയ്യണ്ട, ജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നീ ചെയ്തതല്ലേ, എല്ലാവരുടെ മുന്നിലും നല്ല പേര് ചമഞ്ഞല്ലോ. എടുത്തിയൊന്ന് മനസ്സിലാക്ക്. എനിക്ക് കിട്ടിയ മാലയുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഞാൻ എടുത്തേക്ക് തരാൻ തയ്യാറാണ്. എന്താ നിനക്കത് വേണ്ടേ എന്ന് കൽപ്പന. അതിനേക്കാൾ വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടത്. നമ്മൾ തമ്മിൽ ആദ്യമൊന്ന് അടുത്ത് വന്നതാ, അതിനിടയിലാണ് ആ നശിച്ച ഒരു മത്സരം. അത് മറന്നേ കേട്ടത്തി. നമുക്ക് പഴയതുപോലെ പരസ്പരം സഹായിച്ചും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും ജീവിക്കാം. എടുത്ത് എനിക്കൊരു കാര്യം നടത്തി തന്നാൽ ആ മാല ഞാൻ എടുത്തേക്ക് തരാം. ഞാൻ സത്യമായിട്ടും പറയുന്നതാണെന്ന് പ്രിയങ്ക. എൻ്റെ ചേച്ചി അഭിനയിക്കുന്ന ആ സിനിമയുണ്ടല്ലോ, അത് പൂർത്തിയാകാൻ പാടില്ലെന്ന് പ്രിയങ്ക. ഞാൻ ആഗ്രഹിച്ച കാര്യം തട്ടിയെടുക്കുന്നത് പോലെ അത് ചേച്ചിക്ക് കിട്ടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പൊറുക്കാൻ സാധിക്കില്ല. അതിനെ ഷൂട്ടിംഗ് നടത്തുന്നത് നമ്മുടെ ആളുകളല്ലല്ലോ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് ഉർവശി പറയുന്നുണ്ട്. പറ്റും, പ്രിയങ്ക പറയുന്നത് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, പക്ഷേ അതിൽ കാര്യമില്ല. സിനിമ മുടക്കണമെങ്കിൽ അല്പം ക്രൂരമായ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പിന്നെ ചേച്ചിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു വരരുത് എന്ന് കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ചേച്ചി ഏട്ടത്തിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്തേക്കും. ചേച്ചി ഇപ്പോൾ ചത്തുപോയാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നു. എന്നാ പിന്നെ നീ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് കൽപ്പന. നീ വന്നതുപോലും നീ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ എന്ന് ഉർവശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ചേച്ചിയമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ എന്നെ. സംശയമില്ല, നീ ചെല്ലെന്ന് കൽപ്പന. അതെ, സിനിമ മുടങ്ങിയാൽ ആ മാല കൽപ്പനയ്ക്ക് കൊടുത്തേക്കണമെന്ന് ഉർവശി ഒന്നുകൂടി പ്രിയങ്കയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ വാക്ക് പാലിക്കുമെന്ന് പ്രിയങ്കയും. പ്രിയങ്ക അവിടെ നിന്ന് പോയി. ഇവളെ കണ്ണുപൂട്ടി വിശ്വസിക്കാൻ കഴിയില്ല, ചതിക്കാൻ മിടിക്കുകയാണ് എന്നൊക്കെ ഉർവശി പറയുന്നു. ഈ ചതി അവളുടെ തലയിൽ തന്നെ വന്ന് ചേരാനുള്ളതാണ്. ഞാൻ ഗൗതമിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് കൽപ്പന. അങ്ങനെ കൽപ്പന ഗൗതമിനെ ഫോൺ ചെയ്യുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. നീ അത്യാവശ്യമായി രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിൽ ഒന്ന് പോകണം. ആ സിനിമ പൂർത്തിയാകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ രാധികയ്ക്ക് എന്തെങ്കിലും പറ്റണം. ആ ലൊക്കേഷനിൽ അതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് ഗൗതം അന്വേഷിക്കണമെന്നും കൽപ്പന. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു, വേറെ ഏതെങ്കിലും കൊള്ളാവുന്നവരെ ഞാൻ വിളിച്ച് പറയട്ടെ? വേണ്ട, ഞാൻ ചെയ്യാം, ഞാൻ പോയി നോക്കാം, ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാം എന്നൊക്കെ ഗൗതം പറയുന്നു. ഗൗതം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ഉർവശി. ആ മാല എനിക്ക് തന്നെ വേണം.
ഇനി ഒരിക്കലും പ്രിയങ്കയെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഒരു കുരുക്കുകയും വേണം. അത് ഇതിന് കൊള്ളാവുന്ന ഒരു മരുന്നാണ്. ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് വഴിമുടക്കാൻ സാധിക്കുമോ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് എല്ലാവരും ലൊക്കേഷനിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആഹാരം വാങ്ങിക്കുന്നു. ഒരു ഭാഗത്ത് വരുണും ടീമും ഇരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പോയാലോ എന്ന് അമൃത ശ്യാമയോട് ചോദിക്കുന്നു. രാധികയും ഭക്ഷണം കഴിക്കാനായി ക്യൂ നിൽക്കുകയാണ് ബാക്കിയുള്ളവരോടൊപ്പം. എന്നാൽ ഇന്ദ്രജിത്ത് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, താനെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, തനിക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇവരുടെ കൂടെ കഴിച്ചോളാമെന്ന് രാധിക. സിനിമയ്ക്ക് ചില നീതിയുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. താൻ വരൂ, നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് ഇന്ദ്രജിത്ത്. ഇവരൊക്കെ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു, നമ്മളും കഷ്ടപ്പെടുന്നു, എന്നാൽ പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ പോരെ. ഈ നിൽക്കുന്ന ഒരാളെക്കാളും വലുതല്ല ഞാൻ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, ദാരിദ്ര്യമുള്ള ഒരു അച്ഛൻ്റെ മകളും. എനിക്ക് ഇങ്ങനെ കഴിച്ചാലേ ഇറങ്ങും എന്ന് രാധിക പറയുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നു, ഇനി എല്ലാവർക്കും ഭക്ഷണം ഒരുപോലെ വിളമ്പിയാൽ മതി. ഒരാൾ രാധികയോട് പറയുന്നു, ഞങ്ങളെ ആരും ഇതുപോലെ പരിഗണിച്ചിട്ടില്ല എന്ന്. ഇത് കേട്ട് രാധിക പറയുന്നു, അതിന് നിങ്ങൾക്ക് എന്താണ് കുറവ്, എല്ലാവരും ഒരുപോലെയല്ലേ. ഇടയ്ക്ക് അരികിൽ നിന്ന് വരുൺ കാണുന്നുണ്ട്. വരുണൻ സന്തോഷമാകുന്നു. അമ്മയുടെ എല്ലാ കാര്യങ്ങളും അവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് അമൃത പറയുന്നു. ഓരോ കാര്യങ്ങളിലൂടെയും അവൾ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശ്യാമയും പറയുന്നു. മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ മോള് അമ്മയേക്കാൾ ഒരുപടി കൂടുതലാണെന്നല്ലോ എന്ന് അമൃതയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്യാമയും അമൃതയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഈ സമയം ഗൗതം ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ലൊക്കേഷനിലെത്തി. ഗൗതം വരുണിന്റെ അടുത്തേക്ക് എത്തി. നീ എന്താ ഇവിടെ എന്ന് വരുൺ ചോദിക്കുന്നു. അല്ല, ഇതുവഴി പോയപ്പോൾ കയറിയതേ ഉള്ളൂ, പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ അഭിനയിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി. ആ ഒരു കഥ ഇന്ദ്രജിത്ത് പറഞ്ഞ് രാധികയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഇതെല്ലാം ഗൗതം കേൾക്കുന്നുണ്ട്. ഒരു ഹീറോയിനെ വെള്ളച്ചാട്ടത്തിലേക്ക് അവിടെ നടക്കുന്ന ആ ഒരു ഫൈറ്റിനിടയിൽ തള്ളിയിടുന്നതാണ് കഥയിൽ വരുന്നത്. വരുൺ ഇന്ദ്രജിത്തിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൗതം ആരാണെന്ന്. ഈ വെള്ളച്ചാട്ടത്തിലെ ഷൂട്ട് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ വരുൺ രാധികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റുമെന്ന് ദൈവം തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറ്റുമെന്ന് രാധിക. ഇത് ഞാൻ തേടിയ ഒരു ആക്സിഡന്റ് ആണ് എന്ന് ഗൗതം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.